വേദി 8-ൽ നങ്ങ്യാർകൂത്ത് മത്സരങ്ങളാണ് പുരോഗമിക്കുന്നത്. വയനാട് MGM ഹൈസ്കൂളിലെ തന്മയ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് ഒക്കെ? നന്നായിരുന്നു, കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റി. ആദ്യമായിട്ടാണോ സംസ്ഥാന സ്കൂൾ കലോത്സവം? രണ്ടാമത്തെ വട്ടമാണ്. വീട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ കൂട്ടുകാരുടെയൊക്കെ സപ്പോർട്ട് എത്രത്തോളം? അതെ, നല്ല പ്രോത്സാഹനമുണ്ട്. വീട്ടിൽ നിന്നാണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും. സ്കൂളിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ ഈ ഒരു കലയിലേക്ക് എത്തിപ്പെട്ടത്. എന്താ ഒരു പെർഫോമൻസ് കണ്ടിട്ട് എങ്ങനെയുണ്ട് മകൾ? നന്നായിരുന്നു, പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നുണ്ട്. മോള് ചെറുപ്പം മുതലേ ഡാൻസും അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ ഒരു താല്പര്യം? ചെറുപ്പം തൊട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. നങ്ങ്യാർകൂത്ത് ഈ കഴിഞ്ഞ 2 വർഷം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ജില്ലാ സ്കൂൾ കലോത്സവത്തിലുള്ള പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് എല്ലാവരും എന്താ പറഞ്ഞു? നന്നായിരുന്നു, നല്ല അഭിപ്രായമായിരുന്നു. പെർഫോമൻസ് കണ്ടിട്ട് എന്ത് തോന്നുന്നു? എങ്ങനെ? മോളുടെ പെർഫോമൻസ് കണ്ടിട്ട് എന്താ തോന്നുന്നു? കുഴപ്പമില്ലാതെ കളിച്ചു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്. മറ്റു കുട്ടികളുടെയൊക്കെ പെർഫോമൻസ്, കാരണം തൃശ്ശൂരേക്ക് വരുമ്പോൾ കുറേ കുട്ടികൾ വരുന്നു, അവരുടെയൊക്കെ ഈ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ? ഞങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്ന് സംഘനൃത്തം ഉണ്ടായിരുന്നു. പോകുമ്പോൾ 2 മണി കഴിഞ്ഞായിരുന്നു. പിന്നെ ഇന്നലെ ഇവിടെ വന്നിട്ടില്ല. ഇന്നിപ്പോൾ നങ്ങ്യാർകൂത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇനി കാണണം, എല്ലാ വേദികളിലും പോകണം. അടുത്ത വർഷങ്ങളിലെ കലോത്സവ വേദികളിലും ഇതേപോലെ സജീവമായിട്ടുണ്ടാവും? ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നങ്ങ്യാർകൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് കലാരൂപത്തോടൊക്കെയാണ് കൂടുതൽ താല്പര്യം, ഇഷ്ടം? ഞാൻ വേറൊന്നും ഇൻഡിവിജ്വലായിട്ട് ചെയ്തിട്ടില്ല. നങ്ങ്യാർകൂത്താണ് ഞാൻ ആദ്യമായിട്ട് ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് പെർഫോമൻസിന് വേണ്ടിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്? ഉണ്ട്. എല്ലാവർക്കും ഇൻഡിവിജ്വൽ ഐറ്റംസ് ആണെങ്കിലും എല്ലാം ഉണ്ട്. എന്നാ തിരിച്ച് വയനാടിന് പോവുകയെന്ന, അതായത് വയനാട് ഇപ്പം പോയിൻ്റെ നിലയിലൊക്കെ കുറച്ച് പുറയിലാണല്ലോ, നിങ്ങൾ കുറേ മുന്നേ വന്ന് കപ്പടിക്കുമെന്നൊക്കെ ഉള്ള പ്രതീക്ഷ ഉണ്ടോ? അറിയില്ല, എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ അനുസരിച്ച് കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. തന്മയ്ക്ക് വയനാട് കൂടുതൽ മുന്നോട്ട് വന്ന് കപ്പടിക്കണമെന്നടക്കമുള്ള പ്രതീക്ഷകളുമായിട്ടാണ് വയനാട്ടിൽ നിന്നും തന്മയ ഇവിടെ എത്തിയിട്ടുള്ളത്. ആദർശ് മുക്കട, സീ മലയാളം ന്യൂസ്, തൃശ്ശൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.